ബി. നീ എനിക്കൊരു വാക്ക് തരുമോ? എന്താ ഏട്ടാ? നമ്മുടെ സംസ്കൃതി ഈവൻസിന്റെ ചെയർമാനായിട്ട് ഏട്ടാ അത് എന്നെ സംസാരിക്കാൻ അനുവദിക്ക ബി. എന്തിനെങ്ങനെയൊക്കെ ചെലവഴിക്കേണ്ടതെന്ന് എനിക്കെപ്പോഴും മനസ്സിലായിട്ടില്ല. അക്കാര്യം എനിക്ക് മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ ഇങ്ങനെ ഈവൻസ് ചെയ്തുകൊണ്ടിരുന്ന നഷ്ടം സംഭവിച്ചുകൊണ്ടേയിരിക്കും. കുറച്ച് നാൾ നീ ഈവൻസ് ചെയ്യ. നിന്റെ അടുത്തുനിന്ന് ഞാനതൊക്കെ ഒന്ന് പഠിക്കാം. ഇതൊന്നും വലിയ കാര്യമല്ല ഏട്ടാ. വലിയ കാര്യമായാലും ചെറിയ കാര്യമായാലും അത് മനസ്സിലാക്കി ചെയ്താൽ നന്നായിരിക്കും അബി. ഏട്ടാ അത് എന്നെ സംസാരിക്കാൻ അനുവദിക്ക ബി. എന്തിനെങ്ങനെയൊക്കെ ചെലവഴിക്കേണ്ടതെന്ന് എനിക്കെപ്പോഴും മനസ്സിലായിട്ടില്ല. അക്കാര്യം എനിക്ക് മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ ഇങ്ങനെ ഈവൻസ് ചെയ്തുകൊണ്ടിരുന്ന നഷ്ടം സംഭവിച്ചുകൊണ്ടേയിരിക്കും. കുറച്ച് നാൾ നീ ഈവൻസ് ചെയ്യ. നിന്റെ അടുത്തുനിന്ന് ഞാനതൊക്കെ ഒന്ന് പഠിക്കാം. ഇതൊന്നും വലിയ കാര്യമല്ല ഏട്ടാ. വലിയ കാര്യമായാലും ചെറിയ കാര്യമായാലും അത് മനസ്സിലാക്കി ആലോചിച്ച് ഈ തീരുമാനമെടുത്തേ. ഇപ്പൊ ഭാസ്കരേട്ടൻ പറഞ്ഞത് ശരി തന്നെയേട്ടാ. ഞാനും ഭാസ്കരേട്ടനും കുറച്ചു നാള് അബേട്ടന്റെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഏട്ടാ മറുത്തൊന്നും പറയണ്ട. ഇപ്പോ വസു നിന്നോട് പറഞ്ഞാലേ നീ സമ്മതിക്കൂ അല്ലേ ബി? അങ്ങനല്ല ഏട്ടത്തി. അഖില് പറഞ്ഞതിലും കാര്യമുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് ബഹുമാനം തരുന്നുണ്ടോ ബി? അത് തന്നെ വലിയ കാര്യമാണ്. ഇനി വേണ്ടത് കുറച്ച് എക്സ്പീരിയൻസാ. അതല്ല ഭാസ്കരേട്ടാ. പ്ലീസ് വസു, നിന്റെ ചേട്ടൻ പറയുന്ന പോലെ തന്നെ ചെയ്യാം. ആദ്യം നമ്മുടെ കമ്പനിക്ക് ലാഭം കിട്ടണം, വീണ്ടും നല്ല പേര് കിട്ടണം. മനസ്സിലാക്ക ബി. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ശരി, ഏട്ടൻ്റെ ഇഷ്ടം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജോലി ചെയ്യാം. ഇത് കഴിക്കാൻ കൊണ്ട് പട്ടിക്ക് തരുന്നത് പോലെ തരുന്നോടാ നീ. ഞാൻ പുറത്തിറങ്ങിയാൽ എല്ലാവരെയും കാണിച്ചു തരാം. ആ തെമ്മാടികള് എനിക്ക് ജാമ്യം വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് എന്റെ പണവും കൊണ്ട് കടന്നു കളഞ്ഞു. ഞാൻ വിശന്നിട്ടൊന്നുമല്ല ഈ ആഹാരം കഴിക്കുന്നത്. ആ അബിയോടും വസുവിനോടും പകരം വീട്ടാനായിട്ടാണ് ഞാനിത് കഴിക്കുന്നത്. അവരെ കൊല്ലണമെന്നുണ്ടെങ്കിലേ ഞാൻ ജീവനോടെ ഇരിക്കണം. എന്നെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഒരാൾ ജാമ്യം വാങ്ങാതിരിക്കില്ല. ആരെങ്കിലും ഒരാൾ എനിക്ക് വേണ്ടി വരാതിരിക്കില്ല. ആരാ നിങ്ങള്? സുമംഗലി. നിങ്ങൾക്ക് ആരെ കാണണം?
എന്തിനാ സ്റ്റേഷന്റെ അകത്തേക്ക് പോകുന്നേ? അകത്ത് എന്റെ രാജ, എന്റെ പ്രിയപ്പെട്ടവൻ, എന്റെ ചന്ദ്രൻ, ചന്ദ്രശേഖരൻ, എന്റെ ഡാർലിംഗ്, എന്റെ ലവർ അവിടെ ഉണ്ട്. അകത്ത് നിങ്ങളുടെ ലവർ ഉണ്ടെന്നോ? ഇത് പാർക്കല്ല, പോലീസ് സ്റ്റേഷനാ. അറിയാം, എന്റെ ഡാർലിംഗ് അകത്തുണ്ട്. എനിക്ക് അദ്ദേഹത്തെ കാണണം. പറ്റില്ല, SI സാർ സ്റ്റേഷനിലില്ല. വൈകിട്ട് സാറ് വന്നതിന് ശേഷം വാ. എനിക്കിപ്പോ തന്നെ അദ്ദേഹത്തെ കാണണം. എന്റെ പ്രേമത്തെ പറ്റി പറയണം. പ്രേമോ? നിങ്ങളുടെ പ്രായവും സംസാരവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ. പ്രായത്തിലും പ്രണയത്തിലും എന്താ സാർ വ്യത്യാസം? എന്നെ അകത്തേക്ക് പോവാൻ സമ്മതിക്കേ? അതൊന്നും പറ്റില്ല, പോയിട്ട് വൈകിട്ട് വാ. വെറുതെ ഒന്ന് അകത്തേക്ക് വിടണ്ട. വേണ്ട സഹായം ഞാൻ ചെയ്യാം. ശരി ശരി, വേഗം താ വേഗം താ. എന്റെ ചന്ദ്ര, എന്റെ രാജ, എന്റെ ഡാർലിംഗ് എവിടെയാ ഉള്ളത്? എന്റെ ദൈവമേ, ഇവരാണോ വന്നത്? എന്താ രാജ, ഒരുപാട് ക്ഷീണിച്ചു പോയല്ലോ. എന്നെ കാണാത്തോണ്ടുള്ള വിഷമം കൊണ്ടാണോ? എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോ? എന്തോ രാജ എങ്ങനെയൊക്കെ പറയുന്നേ? എന്നോട് നിങ്ങൾക്ക് ദേഷ്യമാണോ? ഇത്രയും നാളായിട്ട് നിങ്ങളെ കാണാൻ വരാത്തത് കൊണ്ടുള്ള ദേഷ്യത്തിലായിരിക്കും അല്ലേ? എന്തിനാ വന്നത് ഇപ്പോ? നിങ്ങളെ കാണാനാ രാജ ഞാൻ വന്നത്. പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാനാ ഞാൻ വന്നേ. എന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു? എങ്ങനെ കൊണ്ടുപോകുന്ന? എന്താ അങ്ങനെ ചോദിച്ചേ? ഒരു നല്ല വക്കീലെ കണ്ട് ജാമ്യം വാങ്ങിച്ചു പോകാം. നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവൻ തരാനും ഞാൻ തയ്യാറാ. ആഫ്റ്റർ ഓൾ ഒരു ജാമ്യം ഞാൻ വാങ്ങിത്തരില്ലേ? അല്ല, നിങ്ങൾ എന്തിനാ എന്നെ പുറത്തിറക്കുമെന്ന് പറയുന്നേ? എന്തൊരു ചോദ്യം ഇത്? നിങ്ങൾ പുറത്തിറങ്ങിയ എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റും. 10 കുട്ടികളെ നമുക്ക് പ്രസവിക്കാം. അവരെ വളർത്തി വലിയ ആൾക്കാരാക്കാം. ചേച്ചേ, അതിനേക്കാൾ ഞാൻ ഇവിടെ കിടന്ന് മരിക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ ഈ സ്റ്റേഷനിൽ ഞാൻ അങ്ങ് തൂങ്ങിച്ചാവാം. എന്താ രാജ ആലോചിക്കുന്നേ? ഞാൻ ജാമ്യം വാങ്ങിത്തരുമല്ലോ എന്നല്ലേ? ആ സംശയമൊന്നും വേണ്ട രാജ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യും. ഈ ആന്റി ശരിക്കും എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്നാണല്ലോ തോന്നുന്നത്. ആദ്യം പുറത്തിറങ്ങണം, അതിനുശേഷം ഈ കിളവിയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലണം. ഓക്കെ സുമാ ഡാർലിംഗ്, പോയി എന്റെ ജാമ്യത്തിന്റെ കാര്യം നോക്കൂ. എന്നെ പുറത്തു കൊണ്ടുവരൂ. പെട്ടെന്ന് പോയി ആ ജോലി നോക്ക്. ശരി രാജ, പോയിട്ട് വരാമേ. ഈ ആന്റിയുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. അബിയെയും വസൂനെയും കൊല്ലുന്നതാ എന്റെ പ്രധാന ലക്ഷ്യം. അടുത്ത പെർഫ്യൂം ഇരിപ്പുണ്ട്, അതും കൂടി എടുത്ത് സ്പ്രേ ചെയ്തോളൂ ഏട്ടാ. അല്ല, ഇപ്പൊ എന്തിനാ സ്പ്രേ വസുന്ധര? പിന്നെന്തിനാ ഇപ്പൊ ഏട്ടൻ റെഡിയാകുന്നത്? എന്തിനാ റെഡിയാവുന്നു? ഈ സമയത്ത് ഏട്ടൻ എവിടെ പോവാ? അതിന് രാത്രി എവിടെ പോവാനാ? ഇപ്പോഴല്ലേ ഏട്ടൻ കഴിച്ചത്. ഉടനെ ഫ്രഷ് ആവുകയും ചെയ്തു. നീറ്റായിട്ട് തലയും ചീകി ഫേസിൽ ക്രീം അപ്ലൈ ചെയ്ത് റെഡിയാകുകയും ചെയ്തു. ഏത് ഗേൾഫ്രണ്ടോ ഈ രാത്രി കോൾ ചെയ്ത്? ഗേൾഫ്രണ്ടോ? എന്തൊക്കെയാണ് താനീ പറയുന്നത്? അതെന്താ, ഏട്ടന് ഗേൾഫ്രണ്ട് ഉണ്ടാകാൻ പാടില്ലേ? ഹലോ, ഞാൻ അഭിരാമാണ്. അതുകൊണ്ട് എന്താ? ആ പേര് പോലെ തന്നെ ഏട്ടൻ വളരെ സ്റ്റൈലായിട്ട് നിൽപ്പുണ്ട്. ഏട്ടൻ ഹാൻസമും ആണ്. അതുകൊണ്ട് ഏട്ടന് ഗേൾഫ്രണ്ട്സ് ഉണ്ടാകാതിരിക്കില്ലല്ലോ. എന്റെ കല്യാണം കഴിഞ്ഞു കേട്ടോ. കല്യാണം കഴിഞ്ഞവർക്ക് എന്താ ഗേൾഫ്രണ്ട്സ് ഉണ്ടാകാൻ പാടില്ലേ? അല്ല, തനിക്കിപ്പോ എന്താ വേണ്ടേ? ഏട്ടന് ഗേൾഫ്രണ്ട് ആരാണെന്ന് പറയൂ. ആ, പേര് മാത്രം പറഞ്ഞാൽ മതിയോ അതോ അഡ്രസ്സും ഏരിയ ഒക്കെ വേണോ? അപ്പോ ഏട്ടന് ഗേൾഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നതല്ലേ? ഞാൻ സ്റ്റൈലും ഹാൻഡ്സമും ആണെന്നൊക്കെ താൻ തന്നെയല്ലേ പറഞ്ഞേ. അപ്പൊ എനിക്ക് ഗേൾഫ്രണ്ട്സും ഉണ്ടാവും. എന്നിട്ടിപ്പോ ഞാൻ കല്യാണം കഴിഞ്ഞവനാ, ഗേൾഫ്രണ്ട്സ് ഒന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞതോ? താൻ ഇത്രയൊക്കെ ചോദിക്കുമ്പോ ഞാൻ സത്യം പറയണല്ലോ.
എത്ര പേരാ ഉള്ളത് ഗേൾ ഫ്രണ്ട്സ് ആയിട്ട്? ഒരു 5-6 എണ്ണാനേ പറ്റുന്നില്ലല്ലോ. കുറെ പേരുണ്ട് കേട്ടോ. ഒരുപാട് പേരെന്ന് വെച്ചാ ഒരു 10 പേരെങ്കിലും കാണൂ. താൻ എന്നെ അപമാനിക്കരുത് കേട്ടോ. 10 പേരെന്നൊക്കെ പറഞ്ഞാ ഞാൻ കൂടുതൽ പറഞ്ഞോ? എടോ കുറഞ്ഞു പോയി വസുന്ധര. എന്നുവെച്ചാ ഒരു 100 പേരെങ്കിലും ഉണ്ടാവുന്നോ? ഒരു 16,008 പേരുണ്ട്. മിസ്റ്റർ അഭിരാമിന് 16,000 പെൺകുട്ടികളെ ലവേഴ്സ് ആയിട്ടുണ്ടോ? ഏട്ടന്റെ മനസ്സിൽ ശ്രീകൃഷ്ണനാണെന്നോട് വിചാരം? താനെന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഏട്ടനെ ഞാൻ രാമനായിട്ടാ കാണുന്നേ. അപ്പോ ഞാൻ അഭിരാമാണെന്ന് പറഞ്ഞപ്പോ താൻ വിശ്വസിച്ചില്ലല്ലോ. ഏട്ടൻ ഈ സമയത്ത് റെഡിയാവുന്നത് കണ്ടിട്ട് എനിക്ക് ഡൗട്ട് അടിച്ചു. അതെന്താ, ഗേൾ ഫ്രണ്ട്സിന് വേണ്ടി മാത്രമേ റെഡിയാകാവുന്നുണ്ടോ? പിന്നെ വേറെ ആർക്ക് വേണ്ടിയായിട്ട് റെഡിയായത്? അത് പറയില്ല, താൻ തന്നെ കണ്ടുപിടിക്കും. ഏട്ടൻ പറയാതെ ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുന്നേ? താൻ വളരെ ഇന്റലിജന്റ് ആണല്ലോ. ഏട്ടന്റെ അത്രയൊന്നുമില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഏട്ടന് തന്നെ പറഞ്ഞാ പോരെ? സീക്രട്ട് ആണ്, പറയാൻ പാടില്ല. എന്നാ പിന്നെ ആരോടും പറയണ്ട. സൂക്ഷിച്ചു പതുക്കെ. അവിടെ ഇരിക്കും. എന്താ എന്ത് പറ്റി? കാല് വിളിക്കേട്ടാ. സൂക്ഷിക്കണം. നല്ല വേദന ഉണ്ടോ? കുറച്ച്. ആ അവിടെ ഇരിക്കും. വാ ഇരിക്കും. അയ്യോ എന്താ ഏട്ടാ ഇത്? എന്റെ കാലിൽ എന്തിനാ പിടിക്കുന്നേ? പെയിൻ ബാം ഇട്ട് തരാം. വേണ്ട ഏട്ടാ. എടോ, ബാം ഇട്ട് കഴിഞ്ഞാൽ വേദന കുറയും. ഞാൻ തന്നെ തിരുമ്മിക്കോളാം. എന്താ ഞാൻ ഇട്ട് വന്നൂടെ? അത് ശരിയല്ല. താൻ വേദനിക്കുന്നത് കാണുന്നത് ഒട്ടും ശരിയല്ല. അയ്യോ വേണ്ട. സാരമില്ലടോ. ഡോൺ മൂവ് അമ്മേ, അനങ്ങല്ലേ. ഉണ്ണി, ഈ ആംഗിൾ നന്നായിട്ടുണ്ടല്ലോ. നീ എപ്പോഴാ ഉണ്ണി വന്നത്? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഇപ്പോഴെന്ന് വെച്ചാ എപ്പോ? അമ്മ തെന്നി വീഴാൻ പോയപ്പോ അച്ഛൻ പിടിച്ചില്ലേ, അപ്പോഴാ ഞാൻ വന്നത്. എന്ന് വെച്ചാ നീ അപ്പൊ തൊട്ട് ഇവിടെ ഉണ്ടല്ലേ? ഈ ഫോണിൽ ഞാൻ ഫോട്ടോസ് എടുത്തോണ്ടേയിരുന്നു. എല്ലാം നല്ല ഫോട്ടോസ് അമ്മേ, കാണണോ? അവനെ പിടിക്കാദ്യം. പിടിക്കേട്ടോ. അവന്റെ ഓരോ കുരുത്തക്കേട് കണ്ടില്ലേ? അവൻ എന്താ ചെയ്ത്? ഏട്ടന്റെ എന്റെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കായിരുന്നു. നമ്മുടെ ഫോട്ടോയിലെ എടുത്തേ? അയ്യോ, ഏട്ടൻ എന്റെ കാലിൽ പിടിക്കുന്ന ഫോട്ടോ എടുത്തത്. അതിൽ എന്ത് തെറ്റാ ഉള്ളത്? ആരെങ്കിലും കണ്ട അത് തെറ്റായിട്ട് വിചാരിക്കും. എന്റെ ഗേൾഫ്രണ്ട് കാലം ഞാൻ പിടിക്കുന്നതില് ആർക്ക് എന്ത് നഷ്ടം വരാനാ? ഞാൻ ഏട്ടന്റെ ഗേൾഫ്രണ്ടോ? എന്താ അല്ലേ, എന്റെ വൈഫ്, ഗേൾഫ്രണ്ട്, ലവർ എല്ലാം താൻ തന്നെ. ഇപ്പൊ മനസ്സിലായോ?
ഞാൻ ആർക്ക് വേണ്ടി റെഡിയായെന്ന്? പുറത്തു പോകുമ്പോൾ മാത്രമല്ല, വീട്ടിലിരിക്കുമ്പോഴും റെഡിയായി തന്നെ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ തനിക്ക് സ്റ്റൈലായി ഹാൻസമായിട്ട് തോന്നും. താനും റെഡിയാവണം. അപ്പോഴേ താൻ എൻ്റെ കണ്ണിന് സുന്ദരിയായി ഒരു ഹീറോയിനെ പോലെ തോന്നും. ആന്റി ആ പബ്ബിലേക്കോ? ഞാനും കൂടെ വരട്ടെ, എന്നെ കൂടി കൂട്ടിക്കൊണ്ടു പോടി. ഞാൻ അമ്പലത്തില് കഥാപ്രസംഗം കേൾക്കാൻ പോകുന്നതല്ല, പബ്ബിലാ പോകുന്നേ. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നെ കൊണ്ട് കഥാപ്രസംഗം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ എന്നാണോ? നിങ്ങളുടെ ഏജിന് അതാ പറ്റിയത് ആന്റി. എന്താ ഓരോരുത്തരായിട്ട് എന്നെ പ്രായത്തെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലോ. അതിന് എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ഈ വയസ്സിൽ എനിക്ക് പബ്ബിലേക്ക് വരാൻ പാടില്ലേ? വരാൻ സമ്മതിക്കില്ല. ആര്? എന്റെ ഫ്രണ്ട്സ്. ഞങ്ങൾ എല്ലാവരും ഒരേ ഏജ് ഗ്രൂപ്പാ. നിങ്ങളോ വേറെ ഗ്രൂപ്പ്? വേറെ ഗ്രൂപ്പ് എന്ന് വെച്ചാ? അയ്യോ, ഒന്ന് മനസ്സിലാക്കാൻഡി. നിന്നെ ഞാൻ പിന്നീട് കണ്ടോളാടി. എന്റെ രാജി ഒന്ന് പുറത്തിറങ്ങട്ടെ, ഞങ്ങൾ രണ്ടുപേരും പബ്ബിലേക്ക് പോവും. കാർത്തിക പുറത്തേക്ക് പോവാണെന്ന്. ഈ സമയത്ത് നീ എങ്ങോട്ടാ പോകുന്ന കാർത്തിക? പബ്ബിലേക്ക് അഖിൽ. എന്റെ ഫ്രണ്ട്സ് പാർട്ടി തരുന്നുണ്ട്. എന്താ നീ പറഞ്ഞേ? പബ്ബിൽ പോവാണെന്നോ? അതും എന്താ ഈ സമയത്ത്? പബ്ബിലേക്ക് ഈ സമയത്തല്ലേ പോകുന്നേ? എന്നെ ഇവിടെ ആക്കിട്ട് പോവാ? നിന്നെ കൊണ്ടുപോവാന്ന് വെച്ചാ നിനക്ക് നടക്കാൻ കഴിയില്ലല്ലോ. വീൽ ചെയറിൽ പബ്ബിൽ കൊണ്ടുപോയാ അതൊരു കുറച്ചില്ലല്ലേ? നീ അങ്ങനെയാ മനസ്സിലാക്കിയത്? വയ്യാത്ത എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് നീ പോവാണെന്നാ ചോദിച്ചത്. നിന്നെ നോക്കാനായിട്ട് നേഴ്സ് വന്നിട്ടുണ്ടല്ലോ. എന്താ ഈ സമയത്ത് വന്നത്? ഏട്ടന് ടാബ്ലറ്റ് കൊടുക്കാൻ വേണ്ടിട്ടാ. പെട്ടെന്ന് തന്നെ കൊടുത്തിട്ട് പൊയ്ക്കോ. നിന്റെ ഇഷ്ടത്തിന് ഈ മുറിയിൽ കയറി ഇറങ്ങി നടക്കാൻ പറ്റില്ല. ആൻഡ് അതെന്താ ഏട്ടാന്ന് വിളിക്കുന്നേ? നീ കെയർ ടേക്കർ ആയിട്ടാ വന്നിരിക്കുന്നേ. സാർ ഒന്ന് വിളിക്ക്. പറഞ്ഞത് മനസ്സിലായോ? നിർത്ത് കാർത്തിക. ഇവള് നേഴ്സായിട്ട് മാത്രമല്ല ഇങ്ങോട്ട് വന്നത്, ഭാവന എടുത്തിട്ട് അനിയത്തിയാണ്. അതായത് നമ്മുടെ ബന്ധുവാണ്. ആ ഒരു മര്യാദ നീ കാണിക്കണം. ആദ്യം നീ നന്നാവ്. അവൾ എങ്ങനെ വന്നിരുന്നാലും നിന്നെ സഹായിക്കാനല്ലേ വന്നിരിക്കുന്നത്. അവളുടെ ലിമിറ്റിൽ അവൾ നിന്നാ നല്ലത്. നീ ലിമിറ്റ് ക്രോസ് ചെയ്തിട്ട് ഇവളെ ലിമിറ്റിനകത്ത് നിൽക്കാൻ പറയാ? ഞാൻ എപ്പോഴാ ലിമിറ്റ് ക്രോസ് ചെയ്തേ? ഇപ്പൊ തന്നെ കാണുന്നില്ലേ, കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളിടുന്ന ഡ്രസ് ചെയ്ത് ഈ നേരത്ത് പബ്ബിൽ പോവാണത്രേ. ഞാൻ അത്രയ്ക്കും വയസ്സായ കിഴവിയൊന്നും അല്ല. ഈ വയസ്സിൽ ആരായിരുന്നാലും ഇങ്ങനെയൊക്കെ നടക്കൂ. കല്യാണത്തിന് മുൻപ് നമ്മൾ എത്ര തവണ ലേറ്റ് നൈറ്റ് പാർട്ടീസിന് പോയിട്ടുണ്ട്. ഇപ്പൊ തെറ്റായിട്ട് തോന്നുന്നോ? നമ്മുടെ കല്യാണം കഴിഞ്ഞതാ. നിനക്ക് ഈ വീട്ടിലെ കുറെ ഉത്തരവാദിത്വം ഒക്കെ ഉണ്ട്. നീയും നിന്റെ ചേട്ടനും ഏട്ടത്തിമാരെ പോലെ സംസാരിക്കില്ല അഖിൽ. വീട്ടിൽ ഫ്രണ്ട്സിന് വരാൻ അനുവദിക്കില്ല. ഫ്രണ്ട്സിനെ കാണാൻ പുറത്തു പോയാൽ പാടില്ലെന്ന് പറയും. പിന്നെ ഞാൻ എന്താ ചെയ്യാ? നീയാണ് എന്റെ ലോകമെന്ന് ഞാൻ കരുതണോ? എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവണോ? ഒരു ഭാര്യയ്ക്ക് തന്റെ ലോകം തന്നെ ഭർത്താവല്ലേ. ഏട്ടൻ ഇങ്ങനെ ഇരിക്കുമ്പോ നിങ്ങൾ പുറത്തേക്ക് പോകുന്നത് ശരിയായ കാര്യമാണോ? അത് പറയാൻ നീ ആരാ? അഖിലിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാനല്ലേ വന്നിരിക്കുന്നേ. ആ പണി ചെയ്താ മതി. എന്നെ ഭരിക്കാനായിട്ട് വന്നാലുണ്ടല്ലോ, അപ്പൊ പിടിച്ച് പുറത്താക്കും. നീ എന്ത് ചെയ്യുന്നാ? നിനക്ക് വല്ല കോമൺ സെൻസ് ഉണ്ടോടി? ഈ സമയം വീട്ടിൽ നിന്ന് പുറത്തു പോയാ ഏട്ടനും അടുത്തേക്ക് എന്ത് വിചാരിക്കും? ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമെന്ന് കരുതി ഞാൻ എന്റെ എൻജോയ്മെന്റ് നിർത്തണോ? നെവർ. ഞാൻ എനിക്ക് വേണ്ടിയാ ജീവിക്കുന്നേ, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. അവരെ നീ വേണമെങ്കിൽ പേടിച്ചോ, ഞാൻ പേടിക്കില്ല. ഇത് എന്റെ ലൈഫ്, എന്റെ ഇഷ്ടം.
നിന്നെ പോലെ ഞാൻ വീൽ ചെയറിലല്ല. എന്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യാ, ഞാൻ പോകുന്നു. ഏയ്, അഖിലിനെ നന്നായിട്ട് നോക്കണം. നോക്കിക്കോന്ന് ഞാൻ പറഞ്ഞു പോയതുകൊണ്ട് 24 hours അവന്റെ കൂടെ ഇരിക്കണ്ട. ആ ടാബ്ലറ്റ് കൊടുത്തിട്ട് പുറത്തേക്ക് പൊയ്ക്കോ. ബൈ അഖിൽ, ബൈ ആന്റി. ഞാൻ അവൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു. ഒരല്പ സ്നേഹവും നന്ദിയോ കടപ്പാടോ ഇല്ല. ഇപ്പൊ അവള് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? നീ അവൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം കൊടുത്തത്. ഇനി നീ പറയുന്നത് എങ്ങനെ അവള് കേൾക്കും? അനുഭവിച്ചോ. വിഷമിക്കേണ്ട അഖിലേട്ടാ. ഈ ടാബ്ലറ്റ് കഴിക്കേട്ടാ. സോറി നന്ദിനി. എന്തിനാ ഏട്ടാ? കാർത്തികൻ നിന്നെ ഓരോന്ന് പറഞ്ഞേന്. എനിക്കൊന്നും ഫീലായില്ല ഏട്ടാ. ഞാനത് അപ്പോഴേ മറന്നു. ഏട്ടനും അത് മറന്നേക്ക്. ഒന്നിനെ പറ്റിയും ഏട്ടൻ അധികം ചിന്തിക്കണ്ട. ഒന്നുമില്ല, ഞാൻ ഹോളിലാ കിടക്കാൻ പോകുന്നേ. ഏട്ടൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. ഗുഡ് നൈറ്റ്. നന്ദിനി. എന്താ ഏട്ടാ? താങ്ക് യു. നന്നായിട്ടുണ്ട് ഏട്ടാ. ഇതിനൊക്കെ പോയി താങ്ക്സ് പറയണോ? നാളെ രാവിലെ ഏട്ടന്റെ ഫിസിയോതെറാപ്പി ഉണ്ട്. ഉറങ്ങിക്കോളൂ. എത്രയും പെട്ടെന്ന് എന്റെ രാജയ്ക്ക് ജാമ്യം എടുക്കണം. നാളെ തന്നെ ഒരു വക്കീലിനെ കാണണം. നാളെ എന്റെ രാജ പുറത്തു വന്നതിന് ശേഷം നാളെ ഞങ്ങൾ ഒരുമിച്ച് പബ്ബിലേക്ക് പോണം. അത് കണ്ട് കാർത്തിക അസൂയപ്പെട്ട് ചാവണം. വാഷ്റൂമിൽ പോണല്ലോ. അവൾ ഇനിയും വന്നില്ല എന്ന് തോന്നുന്നു. ഈ സമയത്ത് നന്ദിനെ വിളിക്കുന്നത് ശരിയല്ല.